കോൺഗ്രസ് അനുകൂല സംഘടനയുടെ സമരം കെഎസ്ആർടിസി സർവീസുകളെ കാര്യമായി ബാധിച്ചില്ല. തെക്കൻ ജില്ലകളിൽ തടസ്സപ്പെട്ടത് ചുരുക്കം ചില സർവീസുകൾ മാത്രം. പോലീസുമായുള്ള വാക്കുതർക്കത്തെ തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ സമരക്കാർ ബസ് തടഞ്ഞു. നെടുമങ്ങാട് ATO ഓഫീസ് ഉപരോധിച്ച 12 പേർ അറസ്റ്റിലായി. ഇന്നലെ അർദ്ധരാത്രി 12 മണി മുതൽ ആരംഭിച്ച പണിമുടക്ക് കെഎസ്ആർടിസി സർവീസുകളെ കാര്യമായി ബാധിച്ചില്ല. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ തടസ്സപ്പെട്ടത് ചുരുക്കം ചില സർവീസുകളാണ്. ഒരുപാട് നേരമായി. പോലീസുമായുള്ള വാക്കുതർക്കത്തെ തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ സമരക്കാർ ബസ് തടഞ്ഞു. നെടുമങ്ങാട് ATO ഓഫീസ് ഉപരോധിച്ച 12 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പണിമുടക്കിന് നോട്ടീസ് കൊടുത്തിട്ട് പോലും ഈ മന്ത്രി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്ക് ഞങ്ങളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോലും മന്ത്രി തയ്യാറായിട്ടില്ല. ആ മന്ത്രി ഇന്നലെയും പറഞ്ഞു ഞാൻ ശമ്പളം കൊടുത്തു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മന്ത്രിമാർ മാറി വന്നതിന് ശേഷം ഒരു മാസം പോലും ഞങ്ങൾക്ക് കൃത്യമായി ശമ്പളം കിട്ടിയില്ല. ആ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്ത കൂലിക്ക് വേണ്ടിയാണ് ഈ സർക്കാരിന്റെ മുന്നിൽ ഞങ്ങൾ ഈ ഒരു പ്രതിഷേധ സമരമായിട്ട് ഈ റോഡിൽ കിടക്കുന്നത്. സർക്കാരിനെ അട്ടിമറിക്കാനല്ല, ഭരണം പിടിക്കാനല്ല, ജോലി ചെയ്ത കൂലിക്ക് വേണ്ടിയാണ് ഈ റോഡിൽ ഇവിടെ കിടക്കുന്നത്. അത് മനസ്സിലാക്കണം. 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് അനുകൂല സംഘടനയുടെ 24 മണിക്കൂർ സമരം. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം വിതരണം ചെയ്യുക, DA കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, ഡ്രൈവർമാരുടെ സ്പെഷ്യൽ അലവൻസ് കൃത്യമായി നൽകുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് അർദ്ധരാത്രി 12 മണി വരെയാണ് പണിമുടക്ക്. ജനം, തിരുവനന്തപുരം.